ഷോ ഒക്കെ കഴിഞ്ഞ് മൂപ്പരുടെ വഴിക്കും പോയി. പിന്നെ എനിക്ക് കൂട്ട് ഇവളായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ ആരോ തല്ലിച്ചതച്ച് ഓടിച്ചു വിട്ടതായിരുന്നു ഈ പാവത്തിന്. ഇപ്പോൾ ദേ ഇത്രയും കുറുമ്പ് കാണിക്കുന്ന ഇവളെ ഇങ്ങനെയാക്കിയെടുത്തത് എൻ്റെ ഉപ്പയും അനിയത്തിയും ചേർന്നാണ് കേട്ടോ. വീട്ടിലേക്കുള്ള യാത്രകളിൽ കുട്ടിക്കാലം ഏറെ മനോഹരമാക്കിയ അയൽപ്പക്കവും യശോദമ്മയെയും കാണാതെ ഒരു തിരിച്ചുപോക്കുണ്ടാവാറില്ല. ഉച്ചഭക്ഷണത്തിന് ഉമ്മയുടെ സ്പെഷ്യൽ കറികളായിരുന്നു എല്ലാം. എത്രയൊക്കെ വളർന്നു വലുതായി പ്രോ കുക്കായാലും ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. ചോറിന്റെ കൂടെ നല്ല വരട്ടിയ ബീഫും മോരുകറിയും കോമ്പിനേഷൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പള്ളിയിൽ നിന്ന് നല്ല നെയ്ച്ചോറും ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വറുത്തരച്ച ചിക്കൻ കറിയും തേങ്ങാപ്പാലും പത്തിരിയുമായിരുന്നു രാത്രിയിലത്തെ സ്പെഷ്യൽ. വെറുതെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനാണ് വീട്ടിലേക്ക് ചെല്ലാറുള്ളതെന്ന് എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ തണലുള്ളപ്പോഴല്ലേ ഇതെല്ലാം നടക്കൂ.